ഹലോ ഫ്രണ്ട്സ്, മരിക്കാൻ ആഗ്രഹമുള്ള ആരും ഉണ്ടാവില്ലല്ലേ? മരിച്ചു കഴിഞ്ഞവർ ആരെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ മരിച്ച് എല്ലാവരും വിശ്വസിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അടയ്ക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഉണ്ടല്ലോ, ജീവിതത്തിലേക്ക് കയ്യും പൊക്കിയിട്ട് ഞാൻ മരിച്ചിട്ടില്ലേ എന്നും പറഞ്ഞ് വന്നവരുണ്ട് കേട്ടോ. മരണം എല്ലാ കാലത്തും എല്ലാവരെയും വിഷമിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇന്ന് സിക്സ്ത് സെൻസ് മലയാളം നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്നത് മരിച്ചു എന്ന് വിശ്വസിച്ചവർ തിരിച്ചു വന്ന് അവിശ്വസനീയമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് കേട്ടോ. പേടിയുള്ളവർ കാണണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഡോക്ടർ മരണശേഷമുള്ള ഒരാളുടെ ശരീരത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ചിലർ മരണശേഷം സ്വന്തം ശരീരം പഠിക്കാനായിട്ട് നൽകാറുണ്ട് എന്നറിയാമല്ലോ. എന്നാൽ മരണത്തിന് ശേഷവും ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ ചലിക്കാറുണ്ടെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ശരീരത്തിലെ മസിലുകളിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങളാണ് ഇത്തരം ചലനത്തിന് കാരണം. എത്രയൊക്കെ ഈ സത്യം അറിയാമെന്ന് പറഞ്ഞാലും മരിച്ചൊരാളുടെ കൈ അനങ്ങുമ്പോൾ അത് കൊലകൊമ്പിന് പേടിച്ചു പോകുമല്ലോ. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ ആ ഭിത്തിയിൽ പേടിച്ച് തേഞ്ഞൊട്ടിയിരുന്നേനാവും. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഡയലോഗ് അല്ലേ? ആ ഡോക്ടർ വല്ലാതെ പേടിച്ചു പോയി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. മനുഷ്യ ശരീരത്തിൽ ജീവൻ പോയതിനു ശേഷവും ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മരണത്തിന് ശേഷവും കുറച്ചുകൂടി നേരം ശരീരത്തിൽ ചൂട് നിൽക്കുന്നതും ചില ഭാഗങ്ങൾ തുടിക്കുന്നതായിട്ട് കാണുന്നതും. എന്നാൽ മരിക്കാതെ മരിച്ചുവെന്ന് വിശ്വസിച്ചിട്ട് തിരിച്ചു വന്നവരുടെ കഥ ഏറെയുണ്ട്. നമുക്ക് അത് ആരൊക്കെയാണെന്നും എങ്ങനെയാണെന്നും സംഭവിച്ചതെന്നൊക്കെ നോക്കിയാലോ. ഇത് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. ഒരു ദിവസം വീട്ടിൽ തല കറങ്ങി ബോധമില്ലാതെ കിടക്കുന്ന കണ്ട യാസ്മിനെ സഹോദരനാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആദ്യം ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ കിടത്താൻ ബെഡ് ഇല്ലാത്തത് കൊണ്ട് യാസ്മിൻ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് യാസ്മിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് സഹോദരനോട് പറയുന്നത്. കൂടുതലൊന്നും കേൾക്കാതെ സഹോദരൻ നേരെ അടയ്ക്കാനായിട്ടാണ് കൊണ്ടുപോയത്. അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാവരെയും അറിയിച്ചു. ചടങ്ങുകൾ ആരംഭിച്ചു. ഏകദേശം ചടങ്ങുകൾ അവസാനിക്കാറായപ്പോഴേക്കും യാസ്മിന് ബോധം വന്നു. വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കൂടി നിന്നവരുടെ അവസ്ഥ എന്തായിരിക്കുമല്ലേ? കാണുന്നത് സ്വപ്നമോ ഓടണോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. എന്തായാലും വെള്ളം നൽകി യാസ്മിൻ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചു. പിന്നീട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഉത്തരം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നല്ലേ പറഞ്ഞുള്ളൂ, അടക്കാൻ പറഞ്ഞില്ലല്ലോ എന്നാണ്. ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് കേട്ടോ ഇത് നടക്കുന്നത് 1915 അമേരിക്കയിലെ സൗത്ത് കരോളിനയിലാണ്. എസി ഡൺബർ എന്ന 30 വയസ്സുകാരിക്ക് എപ്പിലിപ്റ്റിക് സീഷോർ എന്ന അവസ്ഥ കാരണം ബോധം നഷ്ടപ്പെടുന്നു. ആ കാലഘട്ടം അറിയാമല്ലോ. ഇന്നത്തെ പോലെ ആരോഗ്യ മേഖല ഒരുപാട് വളർന്നിട്ടില്ല. മരണത്തിന് ശേഷം ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചോ അതുമല്ലെങ്കിൽ ബോധക്ഷയങ്ങൾ എത്ര വിധമുണ്ടെന്നോ ഒന്നും ഡോക്ടർമാർക്ക് കൃത്യമായ അറിവില്ല. ഡോക്ടർ എസി മരിച്ചുവെന്ന് വിധിയെഴുതി. പിന്നെയുള്ളത് അടക്കുക എന്ന ചടങ്ങ് മാത്രം. അവരുടെ വിശ്വാസപ്രകാരം 3 പുരോഹിതർ എത്തുകയും പ്രാർത്ഥന ആരംഭിക്കുകയും ചെയ്തു. അവളുടെ വിയോഗത്തിൽ എല്ലാവരും സങ്കടപ്പെട്ടു. ശവപ്പെട്ടിയിലേക്ക് അവളുടെ ശരീരം എടുത്തു വെച്ചു. എന്നാൽ ദൂരെ ഉണ്ടായിരുന്ന അവളുടെ സഹോദരി അപ്പോഴാണ് എത്തുന്നത്. അപ്പോഴേക്കും അവളുടെ ശരീരം അടങ്ങിയ പെട്ടി 6 അടി മണ്ണിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടിയിരുന്നു. ജീവനുള്ള ശരീരമാണ് മണ്ണിട്ട് മൂടിയതെന്ന് അറിയാതെ എല്ലാവരും പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് സഹോദരി എത്തുന്നത്. എങ്ങനെയെങ്കിലും അവളെ അവസാനമായി കാണണമെന്നും വാശി പിടിക്കുന്നു. അവളുടെ വാശിക്ക് വഴങ്ങി എല്ലാവരും പെട്ടി പുറത്തെടുത്ത് തുറന്നതോടെ നിറഞ്ഞ ചിരിയുമായി എസി എഴുന്നേറ്റ് വന്നു. എല്ലാവരും അപ്പോൾ തന്നെ പേടിച്ചു പോയെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒരു വൈദികൻ കുഴിയിലേക്ക് തന്നെ പേടിച്ചു വീണിട്ട് വാരിയെല്ലുകൾ ഒടിയുക വരെ ചെയ്തുവെന്നറിയുമ്പോൾ ആണ് ആ ഭീകര അവസ്ഥ മനസ്സിലാകുന്നത്. എസി എഴുന്നേറ്റ് വീട്ടുകാരുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവരും ഓടി. ആ കാലം കുറച്ചുകൂടി അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന സമയമാണല്ലോ. അവളൊരു പ്രേതമാണെന്ന് വിശ്വസിച്ചാണ് എല്ലാവരും ഓടിയത്. അവസാനം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ എല്ലാവരും അവളെ സാധാരണ ജീവിതം നയിക്കാൻ സഹായിക്കുകയും ചെയ്തു. പിന്നീട് കോട്ടൺ വിറ്റും മറ്റും അവൾ സുഖമായി ജീവിച്ചു. 1884 ഇത് നടക്കുന്നത്. അന്ന ഹോഷ്വൈറ്റ് എന്ന പെൺകുട്ടിയെ സഹോദരന്റെ കല്യാണത്തിനാണ് കസേരയിൽ മരിച്ചതായിട്ട് കാണുന്നത്. കാഴ്ചയിൽ മരിച്ചതായി തോന്നുകയില്ലാത്ത വിധം അവളുടെ മുഖം പ്രസന്നമായിരുന്നു. മരണത്തിന്റെ വിളർച്ച അവളിലില്ലായിരുന്നു എന്നത് കൂട്ടുകാരെ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചത്. അവൾ മരിച്ചെങ്കിലും ആ സങ്കടത്തോടെ വിവാഹം നടന്നു. അവളുടെ മരണത്തിന് കാരണം കൂടിയ ഹൃദയമിടിപ്പായിരുന്നു. സഹോദരന്റെ കല്യാണത്തിന്റെ സന്തോഷമാകാം അതിന് കാരണമെന്ന് നിഗമിക്കപ്പെടുന്നു. കല്യാണത്തിന് ശേഷം അവളുടെ അടക്കം അവർ നടത്തി. എന്നാൽ അവൾ മരിച്ചതായി ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു ആഴ്ചയ്ക്കുള്ളിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവളുടെ ശരീരം വീണ്ടും എടുത്തു നോക്കിയപ്പോൾ അവൾ മരിച്ചിരുന്നു. പക്ഷേ അവളുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ കണ്ടതായി ദൃക്സാക്ഷികൾ വിലയിരുത്തി. അവൾ നഖം കടിച്ചു മുറിച്ചിരുന്നതെന്നും തലമുടി വലിച്ചു പറിച്ചു വല്ലാത്ത കോലത്തിലായിരുന്നെന്നും അവർ കണ്ടെത്തി. അതിൻ്റെയെല്ലാം കാരണം അവൾ ജീവനോടെയാണ് അടക്കപ്പെട്ടത് എന്നായിരുന്നു. ആ കാര്യം അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും പലർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തെളിവുകൾ ആ കാലഘട്ടമായതുകൊണ്ട് എടുക്കുന്നത് സാധ്യമല്ലായിരുന്നല്ലോ. എന്നിരുന്നാലും ഇതൊരു കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴുമുണ്ട് എന്നതാണ് വാസ്തവം. 2018 ഫെബ്രുവരിയിലാണ് ടിന എന്ന സ്ത്രീ 27 മിനിറ്റിലേക്ക് മരിക്കുന്നത്. വെറും 27 മിനിറ്റായിരുന്നു അവരുടെ മരണം. അവർ തിരിച്ചു വന്നതാകട്ടെ മരണശേഷമുള്ള സ്വർഗം സത്യമാണെന്ന തിരിച്ചറിവോടെയായിരുന്നു.
അമേരിക്കയിലെ അരിസോണയിൽ താമസിക്കുന്ന ടിന ഹൃദയസ്തംഭനം മൂലമാണ് മരിച്ചതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അവരുടെ ശരീരം മിടിക്കുകയോ അവർക്ക് ശ്വാസം എടുക്കാനോ ഈ 27 മിനിറ്റിനുള്ളിൽ സാധ്യമായിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും മരിച്ചതായിട്ട് കണക്കാക്കണമല്ലോ. വെറും 3 മിനിറ്റ് പോലും ശ്വാസം നമുക്ക് പിടിച്ചു നിർത്താനാവില്ല എന്നറിയാമല്ലോ. ടീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയവർ ചെറിയ രീതിയിൽ ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. പാരാമെഡിക്കൽ ടീം എത്തിയപ്പോഴേക്കും അവരുടെ ശരീരം വിളറി മരിച്ചവരെ പോലെ ചെറിയ നീല നിറത്തിലെത്തിയിരുന്നു. ആശുപത്രിയിലെത്തി ശരിയായ രീതിയിൽ ചികിത്സ കൊടുത്തതോടെ അവരുടെ ഹൃദയം വീണ്ടും മിടിക്കാൻ തുടങ്ങി. ഇത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഒരാൾക്ക് തലച്ചോറിലേക്ക് ഓക്സിജൻ ലഭിക്കാതെ 5 മിനിറ്റിനുള്ളിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ലെന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതം തന്നെയായിരുന്നു. തിരിച്ചു വന്നതും അവർ ഒരു പേപ്പറും പേനയുമാണ് ആദ്യം ആവശ്യപ്പെട്ടത്. അതിൽ ഇറ്റ് ഈസ് റിയൽ എന്നവർ എഴുതി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നതിന് അവർ പറഞ്ഞ ഉത്തരം വിചിത്രമായിരുന്നു. അവർ സ്വർഗം കണ്ടെന്നും യേശു എന്ന ദൈവം സത്യമാണെന്നും അവർ പറഞ്ഞു. എന്തായാലും പിന്നീടുള്ള അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. ഡോക്ടർമാർ അവർക്ക് ഹാലൂസിനേഷൻ ഉണ്ടായതാകാമെന്ന് വിലയിരുത്തി. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവർക്ക് തോന്നിയത് സത്യമാകാൻ വഴിയുണ്ടോ, അതോ അത് അവരുടെ വെറും തോന്നൽ മാത്രമായിരിക്കുമോ? അഭിപ്രായം നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മടിക്കണ്ട. മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം ജീവിച്ചു, അതിനുശേഷം അടുത്ത സെക്കൻഡിൽ മരിച്ചൊരാളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കൺഫ്യൂഷനായല്ലേ? എങ്കിൽ ആ സംഭവം ഇങ്ങനെയാണ്. ബ്രസീലിലാണ് ഇത് നടക്കുന്നത്. കെൽവിൻ സാൻഡ്രോസ് എന്ന കുട്ടിക്ക് ന്യൂമോണിയ വന്ന് മരിക്കുന്നു. അതിനുശേഷം അടക്കാൻ സെമിത്തേരിയിൽ എത്തിക്കുന്നു. മരണച്ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ആ കുട്ടി എഴുന്നേറ്റ് അച്ഛാ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നു. വെള്ളം കുടിച്ചതിന് ശേഷം കുട്ടി വീണ്ടും കിടക്കുന്നു. വേഗം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ തറപ്പിച്ചു പറയുന്നു കുട്ടിക്ക് ജീവനില്ല, മരിച്ചുവെന്ന്. എന്തൊരവസ്ഥയാണല്ലേ? ഒരാളല്ല ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. അവിടെ ഉണ്ടായിരുന്ന പുരോഹിതർ അടക്കം എല്ലാവരും ഈ സംഭവം നേരിട്ട് കണ്ടവരാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുക? എല്ലാവർക്കും ഒരുമിച്ച് സ്വപ്നം കാണാൻ പറ്റില്ലല്ലോ, അതായത് ഒരേ സ്വപ്നം. എന്തായാലും അതിനുശേഷം അടക്കി. എങ്കിലും ഇതിന് പിറകിലെ രഹസ്യം ഇപ്പോഴും ചുരുളഴിഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് തോന്നുന്നത്? വെറുതെ തോന്നിയതായിരിക്കുമോ? 19-ാം വയസ്സിൽ ഒരു ആക്സിഡന്റ് കാരണമാണ് ലൂയിസ് മരിച്ചതായിട്ട് ഡോക്ടർമാർ വിധിയെഴുതിയത്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചുവെന്നും ഇനി അവർക്കൊന്നും ചെയ്യാനാവില്ല എന്നുമാണ് അവർ വീട്ടുകാരോട് പറഞ്ഞത്. സങ്കടത്തോടെയാണെങ്കിലും അവൻ്റെ ആന്തരിക അവയവങ്ങൾ മറ്റൊരാൾക്ക് നൽകാൻ അവർ സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ അവനെ ലൈഫ് സപ്പോർട്ട് മെഷീനുമായിട്ട് ജീവൻ പിടിച്ചു നിർത്താൻ ബന്ധപ്പെടുത്തിയിരുന്നു. എന്നാൽ അവയവങ്ങൾ എടുക്കുന്നതിനുള്ള സർജറിക്കും നിമിഷങ്ങൾക്ക് മുൻപേ അവൻ കണ്ണ് ചിമ്മുകയും സഹോദരിയുടെ കയ്യിൽ മുറുകെ പിടിക്കുകയും ചെയ്തു. അത് ഡോക്ടർമാരിലും അത്ഭുതം സൃഷ്ടിച്ചു. ലൈഫ് മെഷീൻ മാറ്റിയതോടെ അവൻ സ്വന്തമായിട്ട് തന്നെ ശ്വാസമെടുക്കാൻ തുടങ്ങി. മെഡിക്കൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അവൻ ജീവിതത്തിലേക്ക് തിരികെ നടന്നു കയറി. ഡോക്ടർമാർ തെറ്റായ നിഗമനത്തിലെത്തി എന്ന പേരിൽ വിമർശനങ്ങൾ നേരിട്ടെങ്കിലും രാജ്യത്തെ അംഗീകരിക്കപ്പെട്ട എല്ലാ നിയമങ്ങളും പാലിച്ചാണ് മരിച്ചു എന്ന നിഗമനത്തിലെത്തിയതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത എത്രയോ കാര്യങ്ങളാണ് ഈ ലോകത്തിലുള്ളത്, അല്ലേ? നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്തതാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറം ഈ ലോകത്ത് ഇനിയും പലതും സംഭവിക്കാനുണ്ട്. അതിൽ കുറച്ച് മാത്രമാണ് നമ്മൾ കേട്ട ഇത്തരം സത്യകഥകൾ. മരണം ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ മരണത്തിന് വേറെ മുഖമുണ്ടോ എന്ന് തോന്നിപ്പോകുമല്ലേ? സയൻസ് വളർന്നെങ്കിലും ഇന്നും മരണത്തിന് ശേഷം ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പൂർണ്ണമായും പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള തെറ്റുകൾ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം. എന്നിരുന്നാലും മരിച്ചിട്ട് തിരിച്ചു വന്നവർ ഒരു പ്രതിഭാസം തന്നെയാണെന്ന് പറയാം. നിങ്ങളുടെ പരിചയത്തിൽ ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളുമായി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. ഇത്തരം അറിവുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.